ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹം നിറഞ്ഞവരെ, ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ വേദനകളും ആകുലതകളും പ്രതിസന്ധികളും സങ്കടങ്ങളും എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും ഓർത്തുകൊള്ളണം, എൻ്റെ ദൈവത്തിന് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിലില്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കാം. ഇന്ന് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്യമങ്ങൾ, ആവശ്യങ്ങൾ, സങ്കടങ്ങൾ, ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോഴുണ്ടായ നൊമ്പരങ്ങൾ എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ആകുലപ്പെടാതെ ദൈവത്തിന് മുമ്പിൽ എല്ലാം ഏൽപ്പിക്കാം. കർത്താവേ, നീ എൻ്റെ കൂടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാം. പുതിയൊരു പ്രഭാതം കാണാൻ അവസരം തന്നതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒത്തിരിയേറെ പേർക്ക് ലഭിക്കാൻ പറ്റാത്ത വലിയൊരു അനുഗ്രഹമാണ് ഈ പുതിയ പ്രഭാതം. ദൈവം നമുക്കത് തന്നു. ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതം, യാത്രകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, വിദേശത്തായിരിക്കുന്ന ജീവിത പങ്കാളി, അവരെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാം. വിദേശത്തായിരിക്കുന്ന മക്കൾ, അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നീ കൂടെ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഒരിക്കലും കൈവിടരുതേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസത്തെ മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വചനവും പ്രാർത്ഥനയും എന്ന ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കാം. വചനത്തിലൂടെ നമ്മളെ തന്നെ തിരിച്ചറിയാനും പ്രാർത്ഥനയിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുവാനും ദൈവം നമ്മളെ സഹായിക്കുന്ന വലിയൊരു ശുശ്രൂഷയാണിത്. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രത്യേകമായിട്ട് ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാം. എല്ലാവരും ദൈവവചനത്തിൻ്റെ നിറവിൽ ജീവിക്കട്ടെ. പ്രാർത്ഥനയിൽ ആശ്രയിച്ച് ഓരോ ദിവസത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. പ്രത്യേകമായിട്ട് ഇന്ന് നമുക്ക് എടുത്തിരിക്കുന്ന ദൈവവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു തിരുവചന ഭാഗമാണ്. വചനം ഇങ്ങനെയാണ് തുടങ്ങുക. എനിക്ക് സുവിശേഷത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യായം കൂടിയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഭയങ്കര ശക്തിയുള്ള അനുഗ്രഹമുള്ളൊരു സുവിശേഷ ഭാഗമാണ്. അതിന് 1-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ എങ്ങനെയാണ്? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ജീവിതത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകളുള്ളവരാണ് നമ്മൾ, ടെൻഷൻ അടിക്കുന്നവരാണ് നമ്മൾ. ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാണ് നമ്മൾ കിടന്നുറങ്ങിയത്. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ട്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ വേദനയുണ്ട്, സങ്കടമുണ്ട്. ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ച്, ചിലപ്പോൾ ബിസിനസ്സായിരിക്കാം, ജോലിയുടെ കാര്യങ്ങളായിരിക്കാം, ഒരു അഡ്മിഷൻ ആയിരിക്കാം, ഒരു രോഗമായിരിക്കാം, ചിലപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങളായിരിക്കാം, വിവാഹത്തിൻ്റെ കാര്യങ്ങളായിരിക്കാം, എന്തും ആയിക്കോട്ടെ. തമ്പുരാൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ, ഇന്നത്തെ ഈ വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ടെൻഷൻ അടിക്കേണ്ട. ജീവിതത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. പിന്നെ എന്തിനാണ് ഈ ജീവിതത്തിൽ ടെൻഷൻ അടിക്കേണ്ട എന്ന് തമ്പുരാൻ പറഞ്ഞേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്ത വചനം എന്ന് പറയുന്നത്. എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കുവിൻ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു ഗുണവുമില്ല. ദൈവത്തിൽ വിശ്വസിക്കാനാണ് ദൈവം പറയുക. ചിലപ്പോൾ നമ്മുടെ ഒരു പരീക്ഷയെ ഓർത്തോ, നമ്മുടെ ഒരു അഡ്മിഷനെ ഓർത്തോ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിന് മുമ്പിൽ ഇരിക്കുക. അതാണ് വചനം പറയുക. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ആരിൽ? ഈശോയിലും വിശ്വസിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, സങ്കടങ്ങളുണ്ടാകുമ്പോൾ ദൈവം നമ്മളോട് പറയുക, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിപ്പിൻ, ഈശോയിലും വിശ്വസിപ്പിൻ എന്ന്. ഈ വചനത്തിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ വേദനകളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കാം. ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ടെൻഷനുണ്ട്. ചിലപ്പോൾ കടബാധ്യതയായിരിക്കാം, ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒരു ചെക്കപ്പിന് വേണ്ടി പോകുന്നതായിരിക്കാം. ഒത്തിരി പേര് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിടച്ചാൽ ഒരു ചെക്കപ്പിന് പോകുമ്പോൾ ഒക്കെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. നമുക്കിങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ടെൻഷൻ. ചിലപ്പോൾ എൻ്റെ കൊച്ചിന് അഡ്മിഷനെ കുറിച്ചായിരിക്കാം, ചിലപ്പോൾ ഒരു ജോലിയെക്കുറിച്ചായിരിക്കാം. ഒത്തിരി ടെൻഷൻ ഉണ്ടെന്നേ. ടെൻഷൻ അടിക്കേണ്ടെന്ന് തമ്പുരാൻ പറയാം ഇന്നത്തെ വചനത്തിലൂടെ. ദൈവം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന കാര്യതാ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നീ ദൈവത്തിൽ വിശ്വസിക്കുക. ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക. കുടുംബത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക.
നിൻ്റെ വ്യക്തി ജീവിതത്തിൽ നിൻ്റെ മാനസികമായിട്ട് എന്തെങ്കിലും വിഷമങ്ങളുണ്ടാകുമ്പോൾ നീ ദൈവത്തിൽ വിശ്വസിക്കാനാണ് തമ്പുരാൻ പറയണേ. വിശ്വസിക്കേ, നിൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവും. ദൈവത്തിൽ വിശ്വസിക്കേ, ഈശോയിലും വിശ്വസിക്കേ. അപ്പോൾ നിൻ്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാകും, കൃപയുണ്ടാകും, അഭിഷേകം ഉണ്ടാകും. കേട്ടോ? അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കാം, ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കാം. കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാം, മനസ്സിനോട് ചേർത്ത് വയ്ക്കാം. കർത്താവ് പറഞ്ഞു വയ്ക്കുക, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുള്ളവരെ നമ്മൾ, ഒത്തിരി സങ്കടങ്ങളുള്ളവരെ നമ്മൾ തമ്പുരാൻ വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞു വയ്ക്കുക, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും ഈശോയിലും വിശ്വസിപ്പീൻ എന്ന്. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. ചിലപ്പോൾ അതിരാവിലെ എഴുന്നേറ്റിട്ടായിരിക്കും ഈ വചനവും പ്രാർത്ഥനയും എന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുക. പറ്റാവുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഈ വചനവും ശുശ്രൂഷയും എന്ന ഈ പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. വചനം നമ്മൾ അറിഞ്ഞു, വചനത്തെക്കുറിച്ച് ധ്യാനിച്ചു, ഇനി പ്രാർത്ഥനയിൽ ആശ്രയിക്കുകയാണ് നമ്മൾ. കാരുണ്യവാനായ ദൈവമേ, വചനവും പ്രാർത്ഥനയും എന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുക. ഇവരുടെ വേദനകളും ആകുലതകളും പ്രതിസന്ധികളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തമ്പുരാനെ നീ ഏറ്റെടുക്കണേ. ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ ഇടയിലുണ്ട്. ചിലപ്പോൾ ടെൻഷൻ അനുഭവിക്കുന്നത് മൂലം ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ പലവിധ അസുഖങ്ങളും വരുത്തി വയ്ക്കുന്നവരും ഞങ്ങളുടെ ഇടയിലുണ്ട്. കർത്താവിൻ്റെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവെ, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന്. ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകുമ്പോൾ നീ കടന്നു വരണേ കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ, ഒത്തിരിയേറെ ടെൻഷൻ അടിക്കുമ്പോൾ, ഒത്തിരിയേറെ ഭയപ്പെടുമ്പോൾ കർത്താവെ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന ഈ മക്കളിലേക്ക് നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുക. നിന്റെ വചനദൂത് കേൾക്കുന്ന ഈ മക്കളെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ടെൻഷൻ മൂലം വേദനിക്കുന്ന ഈ മക്കളെ നിന്റെ കരം കൊണ്ട് നീ താങ്ങി നിർത്തണേ. കാരുണ്യവാനായ ദൈവമേ, ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഒത്തിരിയേറെ തടസ്സങ്ങളുള്ളവരുണ്ട്, കടഭാരത്താൽ വലയുന്നവരുണ്ട്, പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരുണ്ട്, ക്യാൻസർ മൂലം മാരകമായ സങ്കടങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, ഒരു കൊച്ചില്ലാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്നവരുണ്ട്, പലവിധ ചികിത്സകൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്, പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്, വിവാഹം നടക്കാത്തതിൽ ക്ലേശിക്കുന്നവരുണ്ട്, വിദേശത്തായിരിക്കുന്നവരുണ്ട്, സ്വദേശത്തായിരിക്കുന്നവരുണ്ട്, വിദൂരത്ത് പഠിക്കാൻ പോയവരുണ്ട്, രാജ്യസേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ വേദന അനുഭവിക്കുന്ന ഓരോ മക്കളെയും ദൈവമേ നിൻ്റെ മുമ്പിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. പഠിക്കുന്ന ഓരോ മക്കളെയും നിന്റെ മുമ്പിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, നിന്റെ അഭിഷേകത്തിൻ്റെ കരം ഈ മക്കൾക്ക് നൽകണേ കർത്താവേ. നിന്റെ കൃപ ഈ മക്കൾക്ക് നൽകണേ കർത്താവേ. നിന്റെ വചനദൂതാൽ ഈ മക്കളെ വിശുദ്ധീകരിക്കണേ കർത്താവേ. ഒത്തിരിയേറെ ടെൻഷൻ അടിക്കുന്ന ഓരോ മക്കളും മനസ്സിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം, മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എൻ്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ എന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മഹത്വം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. കാരുണ്യവാനായ ദൈവമേ, ഈ മക്കളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഒത്തിരിയേറെ ടെൻഷൻ അടിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ ആശ്വാസമായി, അനുഗ്രഹമായി, അഭിഷേകമായി നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുക. ഈ വചനദൂത് കേൾക്കുന്ന എല്ലാ മക്കളെയും, വചനവും പ്രാർത്ഥനയും എന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ കൃപ ഈ മക്കൾക്ക് ചൊരിയണമേ, നിന്റെ അഭിഷേകം ഈ മക്കളിലേക്ക് നീ പ്രവഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഈ മക്കളോട് ഒരുമിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, നിന്റെ കൃപ നൽകി ഈ മക്കളെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. ഇന്നത്തെ ദിവസത്തെ മുഴുവൻ നിന്റെ മുമ്പിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നീ ഇടപെടണേ കർത്താവേ, നീ കൂടെ ഉണ്ടാകണേ കർത്താവേ, അഭിഷേകമായി നീ ഞങ്ങളുടെ ജീവിതത്തിൽ വസിക്കണേ കർത്താവേ. ഈ മക്കളെ ഓരോരുത്തരെയും നിന്റെ മുമ്പിലേക്ക് തരുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ തടസ്സങ്ങളിൽ നിന്നും, എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാ ആക്സിഡൻറ്റുകളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളിൽ നിന്നും ഈ മക്കളെ നീ വിശുദ്ധീകരിക്കണേ കർത്താവേ. എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, പ്രത്യേകം അമിതം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു. ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും യേശുനാമത്തിൻ്റെ അഭിഷേകവും നിങ്ങളോടും നിങ്ങളുടെ പ്രാർത്ഥനകളോടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളോടും കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ. നല്ല ദിവസം ദൈവം തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.